ഇവിടെ ക്ഷേത്രത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്നു. ശ്രീരാമൻ നമ്മളെ ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന ജനങ്ങൾ ആരാധിക്കുന്ന മഹാശക്തിയാണ്. ശ്രീരാമനോടുള്ള ആരാധനയുള്ള ജനങ്ങൾ ഇന്ത്യയിൽ കോടാനുകോടിയുണ്ട്. ആ രാമനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ബോധപൂർവമായി നീക്കം നടക്കുന്നു. സോമനാഥ ക്ഷേത്രം പണിഞ്ഞപ്പോൾ ആ സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. പക്ഷേ പ്രാണപ്രതിഷ്ഠ നടത്തിയത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നില്ല. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തുന്നു. അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ടോ? 4 ശങ്കരാചാര്യന്മാർ സനാതന മതത്തിന്റെ, ഹിന്ദു മതത്തിന്റെ പ്രാമാണികത്വം അവകാശപ്പെടാൻ കഴിയുന്ന 4 ശങ്കരാചാര്യന്മാർ ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ബഹിഷ്കരിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജോലിയല്ല ഇത്. അവിടെ അദ്ദേഹം അതിനുശേഷം നടത്തിയ പ്രസംഗം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രചരണത്തിന്റെ തുടക്കമായിരുന്നു. രാമൻ നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആരാധനാമൂർത്തികളായി മാറുന്നു. അത് ഹിന്ദു മതമാണെങ്കിലും, ഇസ്ലാം മതമാണെങ്കിലും, ക്രൈസ്തവ മതമാണെങ്കിലും ഓരോരുത്തരുടെയും വിശ്വാസങ്ങൾക്കനുസരിച്ചാണ് പെരുമാറുന്നത്. നമ്മൾ ഗുരുദ്വാരയെ മാനിക്കുന്നു, നമ്മൾ ക്രൈസ്തവ ദേവാലയങ്ങളെ മാനിക്കുന്നു, ഇസ്ലാം മത പള്ളികളെ നമ്മൾ ബഹുമാനിക്കുന്നു, ആരാധനാലയങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു. അതാണ് ഭാരതം. സർവധർമ്മ സമഭാവ്. അതാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനെ തകർക്കാനും നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് നാടിനെ ഇല്ലാതാക്കാനുമുള്ള ശ്രമം നരേന്ദ്രമോദി നടത്തുന്നു. ഈ വർഗീയതയ്ക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. രാജ്യത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം അതിന്റെ ഭാഗമാണ്. ആ പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകണം. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 പാർലമെന്റ് സീറ്റ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം. കേരളത്തിലെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. കേരളം ഇന്ന് തകർന്ന തരിപ്പണമായ ഒരു സംസ്ഥാനമാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സംസ്ഥാനമായി മാറുന്നു. വിലക്കയറ്റം കൊണ്ട്, തൊഴിലില്ലായ്മ കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു. കേരളത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർ പലായനം ചെയ്യുകയാണ്. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ കേരളം വിട്ടുപോകുന്നു. കാരണം കേരളത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമില്ല. കേരളത്തിൽ എപ്പോഴും ആക്രമിക്കപ്പെടുമെന്നുള്ള ചിന്തയാണ് ജനങ്ങൾക്കും ചെറുപ്പക്കാർക്കുമുള്ളത്. ഒരു ജോലി കിട്ടാനുള്ള മാർഗമില്ല, നല്ല പഠനത്തിനുള്ള അവസരമില്ല. ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് മെച്ചപ്പെട്ട പഠന സൌകര്യമില്ല. കോളേജുകളിൽ പോയാൽ അവരെപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടും. അവരുടെ ശബ്ദങ്ങൾ ഉയർത്താൻ അവർക്ക് കഴിയുന്നില്ല. കലാലയങ്ങളിൽ അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും കേന്ദ്രങ്ങളായി മാറുന്നു. ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇതെല്ലാം കണ്ട് മടുത്തിട്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നാളെ UDFന്റെ ഒരു ഗവൺമെന്റ് വന്നാൽ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടി മെച്ചപ്പെട്ട ജീവിതം നൽകുമെന്ന് ഉറപ്പ് നൽകാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജീവിക്കാൻ, ഇവിടെ പഠിക്കാൻ, ഇവിടെ മുന്നോട്ട് പോകാനുള്ള അവസരം UDF നൽകുമെന്ന് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു.